തുടക്കത്തിൽ 18 എങ്കിൽ പിന്നീട് ഒരു 2 പേര് കൂടി ആ സമരത്തിനകത്ത് വന്നു എന്നുള്ളതാണ്. 2 മണിക്കൂർ ആ സമരത്തിൽ പങ്കെടുത്തു ഞങ്ങൾ. ആ വളരെ സമാധാനപരമായി മാധ്യമപ്രവർത്തകരുടെ മുമ്പിലാണ് ഞങ്ങൾ ആ സമരം നടത്തിയത്. വളരെ സമാധാനപരമായിട്ടാണ് സമരം നടത്തിയത്. ആ സമരത്തിനകത്ത് യാതൊരു തരത്തിലും അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നടന്നു പോകുന്നുണ്ട്, കൗൺസിലർമാർ നടന്നു പോകുന്നുണ്ട്, ജീവനക്കാർ നടന്നു പോകുന്നുണ്ട്, അവിടെ ആവശ്യക്കാരായിട്ടുള്ള അവിടെ വരുന്ന കോർപ്പറേഷൻ ഓഫീസിൽ വരുന്നവരെ അവിടെ വന്നു പോകുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾ അവിടെ ഇരുന്ന് നേതൃത്വം എന്നുള്ള രൂപത്തിൽ അവിടെ കടത്തിവിടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഞങ്ങൾ അവിടെ പ്രസംഗിച്ച സമയത്ത് അവിടെ ഒരു തടയലിന്റെ ഒരു സ്വരവും ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു സമരവുമല്ല നമ്മൾ അവിടെ നടത്തിയത്. പക്ഷേ മാധ്യമങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന മേയറുടെ നേതൃത്വത്തിൽ വന്ന് ഇടിച്ചു കയറി നമ്മൾ കൗൺസിലർമാരായിട്ടുള്ള ആളുകളെ ദേഹോപദ്രവം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. മാധ്യമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷ്വൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു കൗൺസിലർ അവിടെ വന്ന് ഇരച്ചു കയറി ബഹളമുണ്ടാക്കിയ മേയറുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും കൗൺസിലറുടെയോ ജീവനക്കാരുടെയോ ദേഹത്ത് തൊട്ടതായിട്ട് ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റും. ഞങ്ങളെയാണ് ഉപദ്രവിച്ചത്. ഞങ്ങളൊന്നും ഇന്നലത്തെ സമരത്തിനകത്ത് അവിടെ ചെയ്തില്ല. ഞങ്ങൾ ആകെ ചെയ്തത് ഞങ്ങളുടെ പ്രതിഷേധം എന്നുള്ള രൂപത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരം മാത്രമാണ് അവിടെ നടത്തിയത് എന്നുള്ളതാണ്. നിങ്ങൾ ആ വിഷ്വലെല്ലാം നിങ്ങളുടെ മാധ്യമങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് അവിടെ ഒരു അക്രമവും നമ്മൾ നടത്താതെ ഞങ്ങൾ മേയറെയും ഡെപ്യൂട്ടി മേയറെയും ആക്രമിച്ചു എന്ന് പറയുന്ന അസത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തത്, മാധ്യമങ്ങൾ കണ്ട കാഴ്ച അതൊട്ടും ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായവും അതിനെ ഒരു വലിയ വിമർശനവും ഞാൻ ഈ പത്രസമ്മേളനത്തിനകത്ത് നടത്തുകയാണ് എന്നുള്ളതാണ്. ഞങ്ങളുടെ കൗൺസിലർ ഇന്നും ആശുപത്രി കിടക്കുകയാണ്. സിന്ധു ശശി എന്ന് പറയുന്ന കാട്ടായിക്കോണത്തെ കൗൺസിലർ വളരെ സീരിയസ് ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറി നേരിടുകയാണ്. 2 പേരുടെ കാല് ഫ്രാക്ചർ വന്നിട്ടുണ്ട്. 2 കൗൺസിലർമാരുടെ ഫ്രാക്ചർ വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം തറയെ കിടന്ന് വീണ് അവിടെ വളരെ വിഷമത്തോടുകൂടിയാണ് ആ സന്ദർഭത്തിനകത്ത് അവിടെ നിന്നതെന്നുള്ളതാണ്. അപ്പൊ ഒരു ബോധപൂർവമായിട്ടുള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അവിടെ ഒരു കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് മേയർ തന്നെ നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വിമർശനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 101 പേരടങ്ങുന്ന ഒരു കൗൺസിൽ അംഗങ്ങളായിട്ടുള്ളവരെയാണ് അവർ ഇന്നലെ BJPയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നേരെ ഈ രൂപത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള അക്രമപ്രവർത്തനം നടത്തിയെന്നുള്ളതാണ്. ഒരിക്കലും ജനാധിപത്യത്തിന് ചേർന്ന ഒരു പ്രവൃത്തിയല്ല ഈ മേയറുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായ സംഭവം എന്നുള്ളത്. 2, ഇപ്പോ നടക്കാൻ പോകുന്ന കൗൺസിൽ 29ാം കൗൺസിലുണ്ട്. ആ കൗൺസിലിന്റെ ഒരു അജണ്ട, ഒരു കെട്ട് അജണ്ടയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 46 ദിവസം ബോധപൂർവം കൗൺസിൽ വിളിക്കാതിരുന്നിട്ട് കണ്ടമാനം അജണ്ട കൊണ്ടുവന്ന് 2 മണിക്കൂർ കൊണ്ട് കൗൺസിൽ അവസാനിപ്പിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. 6 മാസത്തിനിടയിൽ കൂടിയിട്ടുള്ള 6 കൗൺസിൽ മീറ്റിംഗും നേരെ ചൊവ്വേ ഒരു കൗൺസിൽ മീറ്റിംഗും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും നീറുന്ന പ്രശ്നങ്ങളും, കുടിവെള്ള പ്രശ്നം, ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ചുള്ള പ്രശ്നം, അങ്ങനെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള സ്ട്രീറ്റ് ഡോഗ്സിന്റെ പ്രശ്നം, ഇങ്ങനെയുള്ള നീറുന്ന പ്രശ്നങ്ങളൊന്നും ഇന്ന് വരെ ആ കൗൺസിലിനകത്ത് ജനാധിപത്യപരമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം പോലും അവർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ വളരെ വിമർശനത്തോടുകൂടി പറയുകയാണ്, ഈ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ കൗൺസിൽ മീറ്റിംഗിനകത്ത് മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് ചർച്ചകൾ ചെയ്തു പോകേണ്ട ഒരു ഫോറം എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ട് മേയർ അത് കൈകാര്യം ചെയ്ത് അവിടെ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ച നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. 29ാം തീയതി നടക്കാൻ പോകുന്ന ചർച്ച എന്ന് പറയുന്നതും കൗൺസിൽ മീറ്റിംഗും എന്ന് പറയുന്നത് അതും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടിച്ചു പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട്. കാര്യം സംരക്ഷണം സുഗതനാണ് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അവിടെ കൗൺസിലിനകത്തുള്ള മിനിറ്റ്സ് ഇന്നലെയാണ് ഞങ്ങൾക്ക് 6 മാസക്കാലത്തെ മിനിറ്റ്സ് രേഖാമൂലം ആവശ്യപ്പെട്ട്
ബഹളം വെച്ചതിനെ തുടർന്നിട്ടാണ് 6 മാസത്തെ മിനിറ്റ്സ് ഇന്നലെയാണ് ഞങ്ങൾക്ക് കൈപ്പറ്റി. ഒരു കോപ്പി എനിക്ക് മാത്രമാണ് തന്നിട്ടുള്ളത്. ഒരു കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൗൺസിലിൽ തീരുമാനമെടുത്തതിന്റെ മിനിറ്റ്സ് യഥാർത്ഥത്തിൽ എല്ലാ അംഗങ്ങൾക്കും കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു സംവിധാനമേ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോ കണ്ടുവരുന്നത് അവിടെ രേഖകൾ തന്നെ, കോർപ്പറേഷൻ രേഖകൾ തന്നെ. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ മാധ്യമ പ്രവർത്തകരെല്ലാം കോർപ്പറേഷന്റെ കൗൺസിൽ മീറ്റിംഗ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് എന്നുള്ളതാണ്. അവിടെ എവിടെയെങ്കിലും സുഗതൻ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിനകത്ത് കൂടി ഈ പറയുന്ന സുഗതൻ സംസാരിച്ചത് ഒരു ബൈറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുമോ? അങ്ങനെ സംസാരിച്ചു എന്നാണ് ഇപ്പൊ രേഖകൾക്കകത്ത് പെടുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 2, അവിടുത്തെ അറ്റൻഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇപ്പോഴും അറ്റൻഡൻസ് നമ്മൾ വ്യക്തമാക്കിയിട്ടില്ല. നമ്മുടെ കൗൺസിലർമാർക്ക് അതിന്റെ വിവരങ്ങൾ ചോദിച്ചിട്ട് തരുന്നില്ല. അവിടെ ഫോർജ് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോ ജനാധിപത്യപരമായി ഇപ്പോ 6 മാസത്തെ പ്രവർത്തനം നടത്തി. കടുത്ത വിമർശനമാണ് ഈ പറയുന്ന കോർപ്പറേഷനെ സംബന്ധിച്ച് വരുന്നത്. ഒരു പ്രശ്നത്തിനും, ജനങ്ങളുടെ പ്രശ്നത്തിനും പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. പട്ടി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രീറ്റ് ഡോഗ്സിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലെ സിന്ധു എന്ന് പറയുന്ന വാർഡ് കൗൺസിലറെ പോലും അറിയിക്കാതെ ഒരു ദിവസം അവിടെ ഒരു പരിപാടി നടക്കുകയാണ്. മാധ്യമങ്ങൾ അവിടെ പോയവരാണ്. അവിടുത്തെ കൗൺസിലർ അതിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല. 6 പട്ടിയെ പിടിച്ചു. 10,000 പട്ടിയുള്ള സെൻസസ് കണക്ക് അവര് തന്നെ പറയുന്ന, മേയർ തന്നെ പറയുന്ന സെൻസസ് കണക്കനുസരിച്ച് 10,000 പട്ടി ഉണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. 6 പട്ടിയെ പിടിച്ചത് കൊണ്ട് മാത്രം നഗരത്തിലെ പട്ടി പ്രശ്നം, സ്ട്രീറ്റ് ഡോഗ്സിന്റെ പ്രശ്നം തീരുന്നതാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിനെ വലിയ റീലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിവിടെ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. എന്റെ വാർഡിനകത്ത് ഒരു ഷെൽട്ടർ ഹോം ഉണ്ട് പേട്ടയ്ക്കകത്ത്. അതിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, അതിനൊരു ഒരു 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 പുതുമയൊന്നും ആ കാര്യത്തിനകത്തില്ല. ഹോട്ടലുകൾ റെയ്ഡ് ചെയ്യുന്നത് ഒരു പുതുമയില്ല. അവിടെ 365 ദിവസവും ഹോട്ടലുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഹെൽത്ത് സംവിധാനമാണ് നമ്മുടെ കോർപ്പറേഷനകത്തുള്ളത്. ഇതൊരു പുതുമയായിട്ടുള്ള കാര്യമൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി മഴക്കാല പ്രശ്നം വന്ന് എവിടെയെങ്കിലും ഈ മാലിന്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി കോർപ്പറേഷൻ എടുത്തിട്ടുണ്ട്? ടണ്ണ് കണക്കിന്, ഞങ്ങൾ മാധ്യമങ്ങളോട് വേണമെങ്കിൽ കാണിച്ചു തരാം, ടണ്ണ് കണക്കിന് മാലിന്യങ്ങളാണ് നമ്മുടെ നഗരപ്രദേശത്ത് കെട്ടിക്കിടക്കുന്നത്. ഏറ്റവും നീർന്ന പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് ഈ പറയുന്ന പകർച്ചവ്യാധി വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സിറ്റിക്കകത്ത് നഗരപ്രദേശം വൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോ മരണത്തിലേക്ക് നടന്നു പോകുന്ന, ഏറ്റവും കൂടുതൽ പനിബാധിതരായിട്ടുള്ളവര് വരുന്ന ഒരു നഗരസഭയായിട്ട് ഇത് മാറുന്നത് എന്നുള്ളതാണ്. വെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റുന്നുണ്ടോ? ചോദിക്കുമ്പോൾ പറയുന്ന ഭാഷ എന്ന് പറയുന്നത്, കൗൺസിൽ മീറ്റിംഗിൽ ഉൾപ്പെടെ പറയുന്നത് എന്താണ്? വെള്ളത്തിന്റെ കരം നിങ്ങൾ കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റിയിലല്ലേ, അവിടെ പോയി പ്രശ്നം കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയാണ്, കഴിഞ്ഞ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുകയാണ്. എല്ലാം കുറ്റപ്പെടുത്തലുകളിലേക്ക് മാത്രം മാറി കുറെ റീൽസുകളും കുറെ ഷോ ഓഫും കാണിച്ച് നഗരത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത രൂപത്തിലേക്ക് അവര് മാറിയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയിൽ തുടങ്ങുന്ന അതാണ് ഇപ്പോ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന വിധിയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. അന്ന് ഞങ്ങൾ പ്രതിപക്ഷം ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് അന്നേ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനാ സംവിധാനത്തെയാണ് അവർ വെല്ലുവിളിച്ചുകൊണ്ട് 6 മാസക്കാലത്തെ ഭരണം നടത്തിയതെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ തിരുത്താൻ പറഞ്ഞു കോടതി ഒരു കാര്യം തിരുത്താൻ പറഞ്ഞാൽ ആ കോടതിയുടെ വിധിയുടെ കണ്ടന്റ് അത് മനസ്സിലുള്ളിൽ തട്ടി അത് തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കണം. 29-ാം തീയതി കൗൺസിൽ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. അന്ന് രാവിലെ 1 മണിക്കൂറിന് മുമ്പ് കൗൺസിൽ മീറ്റിംഗിന്റെ മുന്നിൽ ഞങ്ങളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തതുപോലെ തന്നെ ആ കൗൺസിൽ മീറ്റിംഗിന്റെ മുന്നിൽ ഈ 20 പേരും സത്യപ്രതിജ്ഞ ചെയ്താൽ എന്തായിരുന്നു ഇതിന്റെ ഒരു കുറവെന്ന് പറയുന്നത്? അപ്പോ എല്ലാം ഒളിച്ചു നടത്തും. അത് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് 3 പേരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ അവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറി. പക്ഷേ നിങ്ങളുടെ കത്തുകൾ, നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് പോലും ഇതിന് ചുമതലപ്പെടുത്താത്ത മേയറുടെ കത്താണ് നിങ്ങളുടെ വാട്സപ്പ് സന്ദേശത്തിനകത്ത് കൂടി ഞാൻ കണ്ടത് എന്നുള്ളതാണ്. മേയറെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുപോലും കോടതി വിധിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ പോലും ആ തെറ്റ് തിരുത്താനും നമ്മുടെ നാട്ടിൽ ഒരു നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഈ സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച്. ഞാനൊരു പെറ്റീഷണറാണ്.
ഞാൻ അവിടുത്തെ ഒരു പാർലമെന്ററി പാർട്ടി ലീഡറാണ്. മിനിമം ഞാൻ ചോദിക്കുന്നത് ഒരു പ്രതിപക്ഷം ബഹുമാനം എന്നുള്ള രൂപത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് എന്നെങ്കിലും ഒന്ന് അറിയിക്കേണ്ടേ ഇവര്. അപ്പൊ ഇതെല്ലാം ആ രൂപത്തിൽ നടത്തി. ഇപ്പൊ ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലൊന്നും പോകുന്നില്ല. ഒരു ട്രെയിൻ യാത്ര നടത്തി, പ്രതിപക്ഷ കൗൺസിലർമാരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് BJPയുടെ കൗൺസിലർ മാത്രം നടത്തി. കൗൺസിലിന്റെ പേരിൽ ഇപ്പോ പ്രധാനമന്ത്രിയെ കാണുന്നു. കൗൺസിലിൽ ഇതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയില്ല. ഒരു കാര്യങ്ങളെ സംബന്ധിച്ചും കൗൺസിലിനകത്ത് ഒരു ചർച്ചയും. സാധാരണ ഇങ്ങനെ ഒരു ഹൈക്കോടതി വിധി വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പറയുന്ന കൗൺസിൽ വിളിച്ചു കൂട്ടിയിട്ട് ആ കൗൺസിലിനകത്ത് ഈ ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണെന്നുള്ളതെങ്കിലും പറയണ്ടേ. ഇതൊന്നും പറയാതെ എന്തും ഞങ്ങൾ ചെയ്യും. ഈ പറയുന്നത് പോലെ ഉത്തരേന്ത്യയിലൊക്കെ നടത്തുന്നത് പോലെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെല്ലാം അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമാണ് ഇന്നലത്തെ മേയറുടെ ഇന്നലത്തെ സമീപനം എന്ന് പറയുന്നത്. ഒട്ടും ശരിയായിട്ടുള്ള സംവിധാനമല്ല. എല്ലാ അർത്ഥത്തിലും ഈ നഗരസഭ ഓരോ ദിവസം കഴിയും തോറും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഇന്നലത്തെ സംഭവത്തിനകത്തുള്ള കടുത്ത പ്രതിഷേധമാണ് ഞങ്ങൾ കൗൺസിലർമാരെ സംബന്ധിച്ചുള്ളത്. ഒരു കൗൺസിലറെ പോലും ഇന്നലെ നിങ്ങൾ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൗൺസിലറെ പോലും ഉപദ്രവിക്കാതെ വിട്ടില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. സുഗതന്റെ വിഷയം വരുമ്പോഴത്തേക്ക് കൗൺസിലറുടെ നേതൃത്വത്തിൽ പോയി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും, അവിടെ അക്രമ പ്രവർത്തനം നടത്തും. കമ്മീഷണർ ഓഫീസിന്റെ മുമ്പിലേക്ക് അക്രമ പ്രവർത്തനം നടത്തും. വാട്ടർ അതോറിറ്റിയായിട്ട് ഒരു ഭരണ സംവിധാനത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർക്കുന്നതിന് പകരം കൗൺസിൽ യോഗത്തിൽ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിനകത്തേക്ക് കൗൺസിലർമാർ തന്നെ കയറി ഇറങ്ങി അവിടെ അക്രമ പ്രവർത്തനം നടത്തും. ഇങ്ങനെയാണ് ഒരു 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 കോർപ്പറേഷന് നമ്മളൊരു നഗരസഭയും പ്രവർത്തിക്കേണ്ടത്. അല്ലാന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത്. ഞാൻ ഈ യോഗത്തിനകത്തും ഈ പത്രസമ്മേളനത്തിന് മുന്നേ വളരെ വിഷമത്തോടുകൂടിയാണ് പറയുന്നത്. ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ നടന്നിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം നിങ്ങളത് സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് ഈ കാര്യത്തിനകത്ത് ഉള്ളത് എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ പലപ്പോഴും പെയ്ഡ് ന്യൂസ് ആണ്, നമുക്കറിയാം. അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് വരുന്ന ന്യൂസുകളാണ്. പക്ഷെ ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ മേയർ അദ്ദേഹം തന്നെ പ്ലാസ്റ്റർ കാലിലുണ്ടായിരുന്നു എന്ന് ഞാൻ കണ്ടില്ല, നിങ്ങൾ കണ്ടു കാണും. ഇന്നലെ വളരെ അഭിനയത്തോടുകൂടി പ്ലാസ്റ്റർ ഇട്ട് കിടന്ന മേയർ ഇന്ന് എനിക്ക് പ്ലാസ്റ്ററിന്റെ പ്രശ്നമില്ല, എനിക്ക് അത്തരത്തിലൊരു പൊട്ടലുണ്ടായിട്ടില്ല, ഡിസ്ലൊക്കേഷൻ മാത്രമാണെന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് യഥാർത്ഥ വസ്തുതയിൽ ഇന്നലെ അവിടെ നടന്ന സംഭവത്തിൽ ഞങ്ങൾ അവിടെ വന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ ഓഫീസിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ. ഞങ്ങൾ ആരെയും തടഞ്ഞില്ല എന്ന് മാത്രമല്ല, മേയർ വന്ന രീതി നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും. മാറി നിൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് മേയർ അവിടേക്ക് കയറി വരുന്നത്. അതല്ലാതെ കൂടെ പ്രവർത്തിക്കുന്ന കൗൺസിലർമാരാണ് അവിടെ നിൽക്കുന്നത്, വെളിയിൽ നിന്ന് ഒരു വ്യക്തി പോലും ഇല്ല. ആ ബോധ്യമില്ലാതെ മാറി നിൽക്കടാ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കയറി വന്ന് ഞങ്ങളെ ആക്രമിക്കുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ പത്രവാർത്തകളിലും അതോടൊപ്പം തന്നെ ചാനൽ വാർത്തകളിലും കണ്ടാൽ മേയറും ഡെപ്യൂട്ടി മേയറും കിടക്കുന്നതിന്റെ താഴെയായി, അവർ വീണ് കിടക്കുന്നതിന്റെ താഴെയായി ശ്രീ വഞ്ചൂർ ബാബുവിനെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആ പരിശോധിച്ചാൽ മതി. വഞ്ചൂർ ബാബുവിനെ കാണാം. അതിന്റെ പുറത്തേക്കാണ് ഡെപ്യൂട്ടി മേയറെ തള്ളിയിടുന്നത്, ഡെപ്യൂട്ടി മേയറുടെ പുറത്തേക്കാണ് മേയർ വീഴുന്നത്. അതേ സ്ഥലത്ത് ഇപ്പുറത്ത് മേയർ തള്ളി സിന്ധു ശശി താഴെ വീണ് തലപൊട്ടി കിടക്കുകയാണ്. അത് നമ്മുടെ വാർത്തകളിൽ വന്നില്ല. അതിന്റെ പുറത്തൊരു സാധാരണ കോൺസ്റ്റബിൾ കിടക്കുകയാണ്. അതിന്റെ ഇപ്പുറത്തോട്ട് ഞങ്ങൾ നിന്ന 20 കൗൺസിലർമാരെ തള്ളി മറിച്ചിട്ട് അവിടെ വിഷയമുണ്ടാക്കാൻ വന്നു. ഞങ്ങൾ ചോദിക്കുന്നു, കഴിഞ്ഞ 6 മാസക്കാലം ഇവിടെ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതെല്ലാം ഒരേ കാര്യമാണ്. കഴിഞ്ഞ 6 മാസക്കാലവും ഞങ്ങൾ ആരും ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്താനോ ഈ നഗരസഭയുടെ ഭരണത്തിനെതിരെ ആവശ്യമില്ലാതെ പ്രതികരിക്കാനോ വന്നില്ലല്ലോ. എന്തുകൊണ്ട് ഈ 6 മാസക്കാലം കഴിഞ്ഞ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാവില്ലേ? നിങ്ങളെയും എന്നെയും ഈ നാട്ടിലെ ജനങ്ങളെയും പറ്റിച്ചത് ഇന്ന് തിരുവനന്തപുരത്ത് ഭരിക്കുന്ന ഈ തിരുവനന്തപുരം നഗരസഭയുടെ മേയറാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബ്ലൂ പ്രിന്റിന് വേണ്ടി നിങ്ങളെല്ലാം ഓടിയ ഓട്ടം. ആ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്കാർക്കും ലഭിച്ചില്ലല്ലോ. നമ്മൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചില്ലേ? ഓരോ ദിവസവും മേയർ വന്ന് പറയുന്നത് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും. നിങ്ങൾ ചെയ്തു കാണിക്കൂ, ഞങ്ങൾ ആരും തടസ്സപ്പെടുത്തുന്നില്ല. ഒരു പ്രവർത്തനവും നടത്തുന്നതിൽ
അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തടസ്സം നിന്നിട്ടില്ല എന്ന് കഴിഞ്ഞ കൌൺസിൽ യോഗങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. മുനിസിപ്പാലിറ്റി ആക്ട് പറയുന്ന ഏത് പ്രവൃത്തിയും ചെയ്യുന്നതിന് നഗരസഭാ കൌൺസിൽ അല്ലെങ്കിൽ മേയർക്ക് അനുവാദമുണ്ട്. എന്നാൽ മുനിസിപ്പാലിറ്റി ആക്ട് പറയാത്ത കാര്യങ്ങൾ കൂടെ പ്രവർത്തിച്ചു കാണിക്കുന്നു. ചില കാര്യങ്ങളിൽ അത് അനാവശ്യമായി. കൌൺസിൽ എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലിന് അതിന്റെ അധികാരങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. നിങ്ങൾ കണ്ടു, കഴിഞ്ഞ ദിവസം മേയർ കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഈ മേയർ കെയർ എന്ന് പറയുന്ന പദ്ധതി ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മേയർ കെയർ പദ്ധതി തിരുവനന്തപുരം നഗരസഭയിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതോടൊപ്പം അതിന്റെ ഭരണ സംവിധാനവുമുണ്ട്. അവിടെ നമുക്ക് അധികാരം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ഒരു വർഷം നമുക്ക് പണം തന്നുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കാനായി തരികയാണ്. എന്നാൽ അതൊന്നും കാണിക്കാതെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകുന്നു. ഞങ്ങളിവിടെ സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു എന്താണ് ഈ പറഞ്ഞതുപോലെ പത്രവാർത്തകൾ വരുന്നത് ശരിയല്ല എന്ന് പറയുന്നതിൽ എന്ത് തെറ്റുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ഒരേ കാര്യമാണ് പറയാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ, കാണുന്ന ജനങ്ങളെ സംസ്കാര സമ്പന്നരായിട്ടുള്ള തിരുവനന്തപുരം ജനത, അതോടൊപ്പം തന്നെ സാക്ഷരതയുള്ള തിരുവനന്തപുരം ജനത, അവിടെ ശരിയായ വാർത്തകൾ നിങ്ങൾ കൊടുക്കണമെന്നുള്ള വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും വരുന്ന ദിവസങ്ങളിലും ഞങ്ങൾ സമാധാനപരമായി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. വരും ദിവസങ്ങളിൽ ഞങ്ങൾ സമാധാനപരമായി തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ RSSും BJPയുടെ നേതൃത്വത്തിൽ അക്രമാസക്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ വരും ദിവസങ്ങളിൽ കാണുക. ഞങ്ങൾ ഇതിന് പിന്നിൽ ജനാധിപത്യ സംരക്ഷണവും അതോടൊപ്പം ഈ തിരുവനന്തപുരത്തെ ജനതയുടെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്വമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരം ജനത ഏത് തരത്തിലാണോ തെരഞ്ഞെടുത്ത് വിട്ട ഒരു സംവിധാനം ഈ നഗരത്തിലുള്ളത്, അവർ ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു സംവിധാനമായില്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. അത് സമാധാനപരമായിരിക്കും. അത് പരിശോധിക്കേണ്ട വസ്തുത തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോഴും ഞങ്ങൾ ഈ 2 കൌൺസിലായേ ഉള്ളൂ. എല്ലാവർക്കും അത്ര ഓർമ്മ നശിച്ചവരൊന്നും അല്ല അവിടെ ഉള്ളവരെല്ലാം. ഞങ്ങളുടെ ഉത്തമ ബോധ്യത്തിലും ഓർമ്മയിലും ഞങ്ങൾക്ക് അറിയാവുന്നത് 2 കൌൺസിലായി ഈ പറയുന്ന സുഗതൻ കൌൺസിലർ അവിടെ വന്നിട്ടില്ല. പക്ഷെ മിനിറ്റ്സുകളിൽ ഇപ്പോൾ അത് അദ്ദേഹം വന്നതായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അത് ഞങ്ങൾ പരിശോധിക്കേണ്ട വസ്തുതയാണ്. മേയറും അത് തന്നെ സൂചിപ്പിച്ചിരുന്നു. ആദ്യം മേയർ തന്നെ നിങ്ങളുടെ സമ്മേളനങ്ങളിലാണ് സൂചിപ്പിച്ചത്, പത്രവാർത്തകളിലൂടെ സൂചിപ്പിച്ചിരുന്നു, 2 കൌൺസിലിന് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായും പരിശോധിക്കേണ്ട വസ്തുതയാണ്. അവിടെ എന്ത് രീതിയിൽ ഇതിലേക്ക് മാൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ട വസ്തുതയാണ്. അത് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സഹോദരനെ സൂചിപ്പിച്ചു. ഗവൺമെന്റ് ഇടപെടേണ്ട വിഷയമാണ്. അറ്റൻഡൻസ് രജിസ്റ്റർ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ മാധ്യമങ്ങൾ കൂടിയാണ് അറിഞ്ഞത് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു എന്നുള്ളത്. LDF ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ഇത് ഒരു രാഷ്ട്രീയമായിട്ട് തീരുമാനിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 മാസത്തെ നഗരസഭയുടെ ഈ പ്രവർത്തനം ഇത്രയും ഏറ്റവും നമ്മുടെ ഈ നഗരസഭ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. സാധാരണ ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ഇന്നത്തെ ഈ നഗരസഭയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന രൂപത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഈ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നലെ കൌൺസിലർമാരെ ഇവിടെ ഒരു കാലത്തും കാണാത്ത രൂപത്തിലുള്ള മേയറുടെ ചേംബറിന്റെ മുമ്പിൽ നിരവധി സമരം നടന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒന്നും കാണാത്ത രൂപത്തിൽ കൌൺസിലർമാരെ കയ്യേറ്റം ചെയ്തത് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇത് രാഷ്ട്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് LDF തയ്യാറാകും. അത് തീരുമാനിക്കും. അത് വരുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. എന്തായിരുന്നാലും 29 അല്ല അതിന് ശേഷമായിരുന്നാലും ഇതിനെ സംബന്ധിച്ചുള്ളൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കും എന്നുള്ളതാണ്.
ഞങ്ങൾ ഓരോ വിഷയം ചർച്ച ചെയ്യാനും പരമാവധി ശ്രമിക്കുന്നുണ്ട് വിഷയങ്ങൾ പക്ഷേ ഞങ്ങളെ ഒന്നും സംസാരിക്കാൻ അനുവദിക്കാറില്ല മേയർ. അത് കഴിഞ്ഞ കൗൺസിൽ യോഗങ്ങളുടെ വീഡിയോ റെക്കോർഡിങ്സ് എടുത്ത് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും. വളരെ ജനകീയമായിട്ട് കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കാറില്ല. ഏകപക്ഷീയമായിട്ട് കൗൺസിൽ മീറ്റിംഗ് പിരിച്ചുവിട്ടിട്ട് ഇറങ്ങിപ്പോകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, വായിച്ചാലും തീരാത്തത്രയും വലിയ അജണ്ടയാണ് അവര് നടപ്പിലാക്കിയത്. ഞങ്ങളുടെ കൗൺസിലിന്റെ അനുവാദമില്ലാതെ തന്നെ നടപ്പിലാക്കിയിട്ടുള്ള പകുതി കൂടുതൽ അജണ്ടയും അങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാ? ഇപ്പൊ നിങ്ങൾക്കറിയാലോ, കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയെന്ന് ഉള്ളത്. സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ ഒരാളുടെ സ്ഥാനാർത്ഥിയാകുന്നതും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതും മുനിസിപ്പൽ ആക്ടിനെ സംബന്ധിച്ച് നിയമപരമായി അത് നിൽക്കുന്നതല്ല. നമ്മൾ അന്ന് തന്നെ അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. തെറ്റായ കീഴ്വഴക്കമാണ്, തെറ്റായ നടപടിയാണെന്നുള്ളത് എഴുതി കൊടുത്തു. അല്ല, LDF തീരുമാനിച്ചാൽ ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരും, അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. അല്ല, രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കാൻ അവർ തീരുമാനിക്കട്ടെ. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കോർപ്പറേഷന്റെ സ്ഥിതി പ്രവർത്തനം വളരെ മോശമാണ്. എനിക്കറിയില്ല. ഇന്ന് ഞാൻ ഒരു വാർത്ത കണ്ടപ്പോഴാണ് അറിഞ്ഞത് ദീപക് ദേവ് എന്നാണ് ഒരു FIR എടുത്തിരിക്കുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അത് തിരുത്തിയോ? നന്നായി. അപ്പോ നിങ്ങളുടെ ക്യാമറയ്ക്കകത്ത് അതിന് മറുപടി ഉണ്ട്. അവിടെ എന്തെങ്കിലും ഒരു അക്രമ പ്രവർത്തനം ഞാൻ നടത്തിയതായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ക്യാമറ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരൂ. അപ്പോ ആർക്ക് വേണമെങ്കിലും ഇന്ന് കള്ളക്കേസുകൾ കൊടുക്കാം. കേസ് തെളിയിക്കട്ടെ.